ഇപ്പോ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കാണ്. അപ്പൊ മീറ്റിംഗില് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ഫൗണ്ടേഷൻ സ്റ്റോൺ, കീ സ്റ്റോൺ, കോർണർ സ്റ്റോൺ ഓഫ് ദ ആർച്ചിനെ പറ്റിയാണ്. അപ്പോ ഈ 3 സ്റ്റോണുകളെ പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങള്, മനസ്സിലായ കാര്യങ്ങള് പറഞ്ഞു കഴിഞ്ഞു. ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് നമ്മുടെ 1ാമത്തെ പടി. 2ാമത്തെ പടിയാണ് കോർണർ സ്റ്റോൺ. അപ്പൊ 3ാമത്തെ പടിയാണ് കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, അല്ലെങ്കിൽ ആനിക്കല്ല് എന്ന് പറയുന്നത്. അപ്പോ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്നാണ് അതിന് പറയാം. അപ്പോ അതിലേക്കുള്ള ആർച്ച് നിർമ്മിക്കുന്നതിലെ 3 മെയിൻ കല്ലുകളാണ് ഈ 3 കല്ലുകള്. സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങാനായിട്ടുള്ള കവാടത്തിന്റെ ആണിക്കല്ലാണ് 3ാമത്തെ പടി. അപ്പൊ 3ാമത്തെ പടി ആണിക്കല്ലാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റ് പടികൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആണിക്കല്ലിന് അവിടെ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ബാക്കിയുള്ള പടികൾ കൂടി നിന്നാൽ മാത്രമേ ആണിക്കല്ലിന് നിൽക്കാൻ പറ്റുള്ളൂ. ആണിക്കല്ല് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കല്ലുകൾക്ക്, അതായത് ബാക്കിയുള്ള പടികളിലൂടെയുള്ള കല്ലുകൾ, ആർച്ചിലെ കല്ലുകൾ, മറ്റു പടികളാണ് ആർച്ചിലെ കല്ലുകൾ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിൽക്കാൻ സാധിക്കുള്ളൂ. ചുരുക്കത്തില് 3ാമത്തെ പടിയാണ് ബാക്കിയുള്ള എല്ലാ കല്ലുകളെയും ചേർത്ത് പിടിച്ചു നിർത്തുന്നത്. അപ്പോ ബേസിക്കായിട്ട് ഈ 3ാം പടി ഇല്ലെങ്കിൽ ബാക്കിയുള്ള പടികൾക്കൊന്നും നിലനിൽപ്പില്ല. അപ്പോ ഒരാൾ ബാക്കി പടികൾ ചെയ്യുവാണെങ്കിൽ മാത്രമേ 3ാം പടി ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോ റിലേഷനിൽ ഉള്ള പടികളാണ്. അതായത് നമ്മൾ സറണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത്, അതായത് 3ാം പടി എന്ന് പറയുന്നത് ഒരു സറണ്ടർ ചെയ്യാനുള്ള തീരുമാനമാണ്. ദൈവത്തിന്റെ ഇച്ഛയ്ക്കും ആഗ്രഹത്തിനുമായിട്ട് ഞാൻ എന്റെ ആഗ്രഹങ്ങളെ തിരിച്ചുവിടുന്നു എന്നാണല്ലോ 3ാം പടി. അപ്പൊ ഒരാള് എങ്ങനെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ സറണ്ടറിങ് നടക്കുകയല്ല, പറ്റാതെ വരും ഈ 3ാം പടിയില്. അപ്പോഴാണ് ബാക്കിയുള്ള പടികള് കൂടി ചെയ്യുമ്പോൾ അയാൾക്ക് ഈ 3ാം പടിയില് കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നത്. അതായത് 4ാം പടിയിലൂടെ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് 5ാം പടിയിൽ നമ്മൾ സ്പോൺസറോടും ദൈവത്തോടും എല്ലാം ഏറ്റുപറഞ്ഞ് ബാക്കിയുള്ള പടികളെല്ലാം ചെയ്തു കഴിയുമ്പോഴാണ് ആ ആത്മവെളിച്ചം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ 3ാം പടിയില് ഉറക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടും. അതാണ് കാര്യം. അപ്പോ നമ്മളിപ്പോ ഇത് ഇത്രയും നേരം സംസാരിച്ചതിലും കഴിഞ്ഞ മീറ്റിങ്ങുകളെല്ലാം കണ്ടതിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലായി, ദൈവത്തിനെ കണ്ടുമുട്ടണം. അപ്പൊ ദൈവം എവിടെയാണ്? ദൈവം നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ അതിന് നമ്മള് തേച്ച് മിനുക്കി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഒരുക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ആത്മീയ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. അപ്പോ ആ ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള തെരഞ്ഞു നടക്കലുകളിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള തടസ്സങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും, റിസെന്റ്മെന്റ്സ്, ഭയം, മറ്റേ സെക്സ്, മറ്റുള്ളവരെ ദ്രോഹിച്ച കാര്യങ്ങള്, ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അതോടൊപ്പം നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളെ നമുക്ക് തുടച്ചെടുക്കേണ്ടി വരും. അപ്പോ ബ്ലോക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ഈ സറണ്ടർ എന്നുള്ള കാര്യം നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചു എന്ന വാക്ക് 3ാം പടിയിൽ കാണുന്നത്. സറണ്ടർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിച്ചു കഴിയുമ്പോഴും നമുക്കത് പറ്റാതെ വരുമ്പോഴാണ് മറ്റുള്ള പടികൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിന് കൂടുതൽ കരുത്തുറ്റ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പോൾ 3ാം പടിയാണ് കീ സ്റ്റോൺ. അതില്ലെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുകയില്ല, മറ്റു പടികൾ ചെയ്യാനായിട്ട് പറ്റുകയില്ല. 1ഉം 2ഉം പടികൾ മനസ്സിൽ ബോധ്യപ്പെടേണ്ടതാണ്. 3ാമത്തെ പടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. 4 മുതൽ 9 വരെയുള്ള പടികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. 10ാം പടി എന്ന് പറഞ്ഞാൽ 4 മുതൽ 9 വരെയുള്ള പടികളെ തുറന്നും ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കലാണ്. നിരന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. 10ാം പടിയിൽ നിരന്തരമായിട്ട് നമ്മൾ 4ഉം 9ഉം പടികളാണ് ചെയ്യുന്നത്. 11ഉം 12ഉം പടികളിലൂടെ മാത്രമേ നമുക്ക് വളർച്ച കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. 11ാം പടിയിൽ നമ്മൾ എത്തുമ്പോ നമ്മൾ കുറച്ചുകൂടി ദൈവത്തിന്റെ കാര്യത്തില് സ്ട്രോങ് ആവുകയും 3ാം പടി കുറെ കൂടി ഉറപ്പിക്കാനും സാധിക്കുന്നത് ഈ 11ാം പടി കഴിയുമ്പോഴാണ്. അപ്പൊ 3ാം പടിയിൽ തീരുമാനിച്ച ഒരു കാര്യം നടപ്പിലാവുന്നത് 11ാം പടിയിൽ എത്തുമ്പോഴാണ്. അപ്പോൾ എല്ലാ പടികളും വേണം, അതോടൊപ്പം തന്നെ ഈ 3ാം പടിയും വേണം. അപ്പോ കവാടം നിർമ്മിക്കുന്നതിനായിട്ട് ആൽപോൾസ് അനോണിമസിന്റെ ബുക്കില് ആദ്യത്തെ 103 പേജുകളിലാണ് ഈ 12 പടികൾ വിവരിക്കുന്നത്. 1ാം പടി വിശദീകരിക്കുന്നതിനായിട്ട് 1 മുതൽ 43 വരെയുള്ള പേജുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഡോക്ടറുടെ അഭിപ്രായം 8 പേജാണ്. അപ്പൊ അതും കൂടി കൂട്ടുമ്പോ 1ാം പടിയുടെ ഭാഗമായി ചേർക്കേണ്ടതാണത്. അപ്പൊ 51 പേജുകളിലായിട്ടാണ് 1ാം പടി വിശദീകരിച്ചിരിക്കുന്നത്.
സ്റ്റെപ്പ് 2, 3 അതായത് പടി 1, 2, 3 19 പേജുകൾ, അതായത് പിന്നീടുള്ള 43 മുതൽ 62 വരെയുള്ള പേജുകൾ നീക്കി വെച്ചിരിക്കുന്നു. സ്റ്റെപ്പ് 4, 5, 6, 7, 8, 9 എന്നിവയ്ക്ക് 20 പേജുകളാണ്. അതായത് പിന്നീടുള്ള 43 മുതൽ 82 വരെയുള്ള പേജുകൾ നീക്കി വെച്ചിരിക്കുന്നു. പിന്നീട് സ്റ്റെപ്പ് 10, 11, 12 എന്നിവയ്ക്കായി 20 പേജുകൾ, അതായത് പേജ് നമ്പർ 83 മുതൽ 103 വരെയുള്ള പേജുകൾ വിവരിച്ചിരിക്കുന്നു. ഇതിനർത്ഥം ഒന്നാം പടിക്കാണ് ബുക്കില് ഏറ്റവും കൂടുതൽ പേജുകൾ നീക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാം പടിയിൽ ഉള്ള സമ്മതവും, രണ്ടാം പടിയിലുള്ള വിശ്വാസവും, മൂന്നാം പടിയിലുള്ള തീരുമാനവുമാണ് ഈ ആർച്ചിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ ഒന്നാം പടിയിൽ പരാജയം സമ്മതിക്കുന്ന ഞാൻ രണ്ടാം പടിയിൽ ഈ 1ഉം 2ഉം പടികള് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ലെറ്റ് ഗോ, അക്സെപ്റ്റൻസ് ആൻഡ് ലെറ്റ് ഗോ എന്നീ 2 തത്വങ്ങള് സ്വീകരിച്ചുകൊണ്ട് 1ഉം 2ഉം 3ഉം പടികളിലൂടെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരംഗത്തിന് 1ഉം 2ഉം പടികൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ മൂന്നാം പടിയിൽ സ്വന്തം ഇച്ഛയും ആഗ്രഹവും ദൈവത്തിന്റെ ഇതില് തിരിച്ചുവിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ 4ഉം 9ഉം പടി പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രവൃത്തി ആവശ്യമുള്ള അതാണ് പടികള്. 10ആം പടി ഇവയുടെ എല്ലാം ആവർത്തനമാണ്. ആദ്യം പറഞ്ഞാല് 11ഉം 12ഉം പടികള് വളർച്ചയുടെ അല്ലെങ്കിൽ ഓരോ ആൽക്കഹോളിക് അനോണിമസിലെ അംഗത്തിന്റെ പുരോഗതിയുടെ പടികൾ എന്നാണ് പറയുന്നത്. അപ്പോ ഇത് മരണം വരെയുള്ള ഒരു ജീവിത രീതിയാണ്. അപ്പോ ഞാന് ഈ ദൈവം കളിക്കുന്നത് നിർത്തി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എങ്ങനെയാണ് ദൈവം കളിക്കുന്നത് ഒഴിവാക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യം, അത് ആരെങ്കിലും നമ്മളോട് ഉപദേശം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അത് നൽകരുതെന്നാണ് പറയുക. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കുകയും അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്യുക. സ്വന്തം ശക്തി കണ്ടെത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ആരെയും വിധിക്കരുത്. നമ്മൾക്ക് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരം അറിയില്ല എന്ന് നമ്മൾ സമ്മതിക്കണം. അതല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് എനിക്ക് മനസ്സിലാകണം. ഇപ്പോ ഒരു സ്പോൺസറിൽ ആത്മവിശ്വാസം അർപ്പിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കണം. ഇപ്പോ ഈ ലോകത്തില് ദൈവത്തിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് വിശ്വസിച്ചും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകണം. തെറ്റിന് പകരം ശരി ചെയ്യാൻ ഞാൻ ശ്രമിക്കണം. ഓരോ വ്യക്തിയിലും ദൈവികതയുണ്ട്. അപ്പോ ആ ദൈവികതയെ നമ്മൾ തിരിച്ചറിയണം, അതിനെ ബഹുമാനിക്കണം. അപ്പൊ ഒന്നാം പടിയില് മദ്യത്തിന് ഞാൻ അടിമപ്പെട്ടു എന്ന് സമ്മതിച്ചു. രണ്ടാം പടിയില് ഈശ്വര സഹായം കൂടിയേ തീരുവെന്ന് തിരിച്ചറിഞ്ഞു. മൂന്നാം പടിയില് തീരുമാനങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. 4ആം പടിയില് നമ്മെ സത്യസന്ധരായി നോക്കിക്കണ്ടു. 5ആം പടിയില് മറ്റൊരാളുള്ളവരുടെ സഹായവും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടു. 6ആം പടിയില് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ എത്തിച്ചേർന്നു. 7ആം പടിയില് ദൈവത്തോട് വന്നുപോയ കുറവുകൾ ഏറ്റുപറഞ്ഞു. 8ആം പടിയില് ഉപദ്രവിച്ചവരുടെ എല്ലാം രമ്യതപ്പെടാനുള്ള മനസ്സുണ്ടായി. 9ആം പടിയില് കുറ്റസമ്മതം വിവേകപൂർവ്വമായിരിക്കണമെന്നും പഠിച്ചു. 10ആം പടിയില് നമ്മിൽ നന്മയും തിന്മയും ഉണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞു. 11ആം പടിയില് ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. 12ആം പടിയില് ഈ സദ്വാർത്ത മറ്റ് മധ്യവരിലെത്തിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഒരു ഷോർട്ട് ഫോം ആയിട്ട് പറഞ്ഞാല്. ഇപ്പോ നമ്മൾ ബുക്കിൽ വായിക്കുന്നുണ്ട്, നമ്മളുടെ പാത തികച്ചും പിന്തുടരുന്നവർ പരാജയപ്പെടുക വിരളമാണ്. അപ്പോ ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയെ പറ്റിയാണ് പറയുക. നമുക്കറിയാം 1ഉം 2ഉം 3ഉം പടികൾ ചെയ്തതിനു ശേഷം നമ്മള് 4ഉം 5ഉം 6ഉം 7ഉം 8ഉം 9 പടികളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഒരൊറ്റ തവണ എന്ന രീതിയിൽ ചെയ്തതിനു ശേഷം 10ആം പടിയില്, അതായത് തെറ്റുകൾ ചെയ്യുമ്പോഴെല്ലാം ഉടനെ സമ്മതിച്ചുകൊണ്ട് നമ്മൾ തുടരുകയാണ് ചെയ്യുക. അപ്പോ നമ്മളൊരു പടികൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു ലാഡർ അല്ലെങ്കിൽ ഒരു ഏണി ഇങ്ങനെ കുത്തനെ നിൽക്കുന്നെന്ന് വിചാരിക്കുന്ന രീതിയിൽ 4, 5, 6, 7, 8, 9 പടികൾ കയറിയതിനു ശേഷം 10ആം പടിയിൽ നിന്ന് തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പം ഒരു പ്രാവശ്യം ഇത് ചെയ്യുന്നതിന് ശേഷം എന്നോട് ഒരു പഴമക്കാരൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇങ്ങനെ കുത്തന ലാഡർ പോലെയുള്ള പടികളല്ല, ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്നത് നിലത്ത് ഇങ്ങനെ നിരത്തിട്ടിരിക്കുന്ന പോലെയാണ്. അപ്പോ 10ആം പടിയിലാണ് നമ്മൾ ഒരു ദിവസം നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3ആം പടിയിലേക്ക് ചാടേണ്ടി വരും, 2ആം പടിയിലേക്ക് ചാടേണ്ടി വരും, 3ആം പടിയിലേക്ക് ചാടേണ്ടി വരും. അതായത് പാരലായിട്ട് പടികൾ ചെയ്യുക എന്ന് പറയുന്നത് പടികൾ ചെയ്ത ശേഷമുള്ള ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് ഒരാളുടെ സഹായത്താൽ നമ്മൾ പടികൾ ചെയ്തതിനു ശേഷം ദൈനംദിനം ഈ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം നമുക്കറിയാം 1ആം പടി മാത്രമേ 100% പൂർണ്ണമായിട്ടുള്ള തോതിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാ പടികളും വീണ്ടും വീണ്ടും 24 മണിക്കൂർ ജീവിതത്തിൽ കടന്ന് വരാം. അതാണ് ബിഗ് ബുക്ക് പറയുന്നത്. അതനുസരിക്കുകയാണ് ഒരു അങ്ങനെ ചെയ്യേണ്ടത്. അതിന് ബിഗ് ബുക്ക് പറയുന്നത് ഞങ്ങളുടെ പാത, അതായത് ബുക്കിൽ പറയുന്നതിന്റെ പാത
പിന്തുടരുക എന്നുള്ളതാണ്. ഒരാൾ ചോദിക്കുകയാണ് എന്തിനാണ് വീണ്ടും വീണ്ടും പഠിക്കേണ്ടത്? അതിനർത്ഥം എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കുടിച്ചത് എന്നതാണ്. കാരണം നമ്മൾ ഇന്ന് കുടിച്ചതുപോലെയല്ല പിറ്റേ ദിവസം കുടിച്ചത്. അപ്പോ ഈ പ്രോഗ്രാമിലൂടെ ചേർന്ന് എല്ലാ ദിവസവും ഈ പടികൾ പരിശീലിക്കേണ്ടതുണ്ട്. കാരണം കുടിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം പോലെ ആയിരുന്നില്ല പിറ്റേ ദിവസം കുടിച്ചിരുന്നത്, വ്യത്യസ്തമായിരുന്നു. അതുപോലെയാണ് റിക്കവറിയുടെ കാലത്ത്. മോചനം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നുള്ള ഒരു താൽക്കാലിക ശമനമാണ്, അല്ലെങ്കിൽ ഡെയിലി റിപ്രൈവ് എന്നാണ് പറയാ. ഡേ ബൈ ഡേ ഉണ്ടാകുന്ന ഒരു ആത്മീയ സ്വസ്ഥിതി അല്ലെങ്കിൽ ആത്മീയ അവസ്ഥ എന്ന ഇതാണ്. അപ്പോ ഈ മദ്യത്തിൽ നിന്നുള്ള താൽക്കാലിക ശമനത്തിന് വേണ്ടിയിട്ട് ഈ ആത്മീയ അവസ്ഥയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പടികളാണ് നമ്മുടെ ഈ ആത്മീയ അവസ്ഥ അല്ലെങ്കിൽ സ്പിരിച്വൽ കണ്ടീഷനെ തുടർന്നു കൊണ്ടുപോകാനും ലോങ് ടൈം സോബറിറ്റിയിൽ നിലനിർത്തുവാനും കാത്തു സൂക്ഷിക്കുവാനും എല്ലാ ദിവസവും സഹായിക്കുന്നത്. അപ്പൊ 4-ാം പടിയില് ധാർമ്മിക നിലവാരം നിലനിർത്തുന്ന ഞാൻ, ഷിബു എന്ന് പറയുന്ന ഞാൻ. 5-ാം പടിയില് മറ്റൊരാളോട് ഏറ്റുപറയുകയും 6-ാം പടിയില് ദൈവം എന്റെ ഈ സ്വഭാവം അല്ലെങ്കിൽ പഴയ സ്വഭാവമൊക്കെ മാറ്റിത്തരാൻ തയ്യാറാവുന്നു. 7-ാം പടിയില് കുറ്റങ്ങൾ മാറ്റുവാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നു. 8-9 പടികളില് ഉപദ്രവിച്ചവരുടെ പട്ടിക തയ്യാറാക്കി പരിഹാരം ചെയ്യുന്നു. 10-ാം പടിയില് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ വിലയിരുത്തലുകൾ തുടരുകയും തെറ്റ് ചെയ്യുമ്പോൾ ഉടനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോ പാസ്റ്റിലുണ്ടായ അല്ലെങ്കിൽ ഭൂതകാലത്തുണ്ടായ തെറ്റുകുറ്റങ്ങളുടെ കണക്ക് ഒറ്റത്തവണ തീർത്തതിന് ശേഷം വർത്തമാനകാലത്തിന്റെ തെറ്റ് ഉടനെ സമ്മതിക്കുകയും അതിന് പരിഹാരമാണെങ്കിൽ പരിഹാരവും ചെയ്തുകൊണ്ട് ദൈവവുമായിട്ടുള്ള അടുപ്പം കൂട്ടി 11-ാം പടിയിലൂടെ മുന്നോട്ട് പോയി ജീവിതത്തില് ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് 12-ാം പടിയില് നമ്മള് 12-ാം പടി ചെയ്യുകയാണ്. കാരണം മറ്റൊരാൾക്ക് സന്ദേശം കൊടുക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്, തെറ്റുകൾക്ക് പരിഹാരമായിട്ടാണ്. BW എഴുതിയിട്ടുള്ള 12-12 അല്ലെങ്കിൽ 12 പടി 12 പാരമ്പര്യത്തിന്റെ മുഖവരിയിൽ എങ്ങനെ പറയുന്നുണ്ട്: ആത്മീയ സ്വഭാവമുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ് 12 പടികൾ. ഒരു ജീവിത രീതിയായി അവ ശീലിക്കുകയാണെങ്കിൽ മദ്യപാനം എന്ന ഒഴിയാപാതയെ പുറന്തള്ളാനും കഷ്ടത അനുഭവിക്കുന്നവനെ ജീവിതത്തിൽ സന്തോഷവാനായും പൊതുവിൽ പ്രയോജനപ്രദമായ ജീവിതം നയിക്കുന്നവനായും മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. BW പറയുന്നുണ്ട് 12 പടികൾ നാം നമുക്ക് വേണ്ടി പരിശീലിക്കുന്നതാണ്. നമ്മുടെ സ്വബോധത്തിനായിട്ട്, നമ്മുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനായിട്ട്, നമ്മുടെ വികാരങ്ങളെ നമുക്ക് വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി, നാം നമുക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത്, നാം നമുക്ക് വേണ്ടിയിട്ടാണ് ധർമ്മം അനുഷ്ഠിക്കുന്നത്, നാം എല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നു. നമുക്ക് കൂടുതൽ സുബോധം ലഭിക്കുന്നതിനായിട്ട്, സുബോധത്തിൽ നിലനിൽക്കുന്നതിനായിട്ട് ആണ് ഓരോ ആളുകളും പ്രവർത്തിക്കുന്നത്. ഡോക്ടർ ബോബിനോട് ഒരിക്കൽ ചോദിച്ചു ഏതാണ് പ്രധാനപ്പെട്ട പടിയെന്ന്. ഡോക്ടർ ബോബ് പറഞ്ഞു, ഒരു കേക്കിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കേക്കിന്റെ മിക്സ് തെറ്റിപ്പോയാല് 2 മുട്ടയ്ക്ക് വരെ 3 മുട്ട ഇടുവോ, അല്ലെങ്കിൽ അതിലൊഴിക്കേണ്ട കെമിക്കൽ റമ്മോ അതൊക്കെ കൂടുതൽ ഒഴിക്കുകയൊക്കെ ചെയ്യാൽ, അല്ലെങ്കിൽ 350 ഡിഗ്രിയിൽ കത്തിക്കേണ്ട ചൂടാക്കി എടുക്കേണ്ട സാധനം 450 ഡിഗ്രിയിൽ ഓവനിൽ ചൂടാക്കി എടുത്താൽ അതിന്റെ ടേസ്റ്റും അതിന്റെ ആകൃതിയൊക്കെ മാറിപ്പോകും. അപ്പൊ എല്ലാ പടികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു ചക്രത്തിലെ 12 വീലുള്ള ഒരു സ്പോക്ക് പോലെയാണ് ഈ 12 പടികള്. അതായത് ഒരു സ്പോക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ചക്രം വീക്കാവും. വണ്ടി ഓടും, പക്ഷെ ചക്രം വീക്കാവും. അപ്പോ പടികൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണ്, തുല്യമായിട്ട് ചെയ്യേണ്ടതാണ്. 12 പടികൾ ചെയ്യുമ്പോൾ ആർത്തി വരുന്ന അല്ലെങ്കിൽ ക്രേവിംഗ് വരുന്ന അല്ലെങ്കിൽ അവ്യക്തമായ പഴയ ചിന്താഗതിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും ക്രമേണ പുതിയൊരു മെച്ചപ്പെട്ട ജീവിത രീതി നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നു. പഴയ ജീവിത രീതി മരിക്കുന്നു. നമ്മളിലുള്ള പഴയ വ്യക്തി അല്ലെങ്കിൽ പഴയ ഷിബു മരിച്ച് നമ്മൾ പുതിയൊരു ജീവിതം ജീവിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ പറയും പഴയ ഷിബു എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഏയില് വന്നു കഴിഞ്ഞപ്പോ അതൊരു പുതിയ ഷിബു അല്ലെങ്കിൽ പുനർജനിക്കപ്പെട്ടു എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ട് ബുക്കില്. അതായത് ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന പുതിയ ശക്തി ഞങ്ങൾ അറിഞ്ഞപ്പോൾ, മനസമാധാനം ഞങ്ങൾ ആസ്വദിച്ചപ്പോൾ, ജീവിതത്തെ വിജയകരമായി നേരിടാമെന്ന് ബോധവാന്മാരായി തീർന്നപ്പോൾ, ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുമുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു എന്ന് പേജ് നമ്പർ 62 പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3-ാമത്തെ പടിയിലായിരിക്കുന്നു. പുനർജനിക്കപ്പെടുന്ന ഒരാൾക്കാണ് ഇങ്ങനെ ഈ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എന്റെ ഷെയറിങ് നിർത്തുകയാണ്. എനിക്ക്
മനസ്സിലായ കാര്യങ്ങളും ഞാൻ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ച കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറഞ്ഞത്. നന്ദി. എല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയാൻ